ഇനി സ്പെഷ്യലായിട്ടൊരു യാത്രേൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഈസ്റ്ററും ക്രിസ്മസും ദിവാളിയും ഓണവും വിഷുവും എല്ലാ അവസരങ്ങളും ഞങ്ങൾ കണ്ട് ആഘോഷിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു യാത്രേൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാമായിട്ട് നടത്തപ്പെടുന്നതല്ല. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനം അത് സ്വാഭാവികമായ പ്രവർത്തനമാണ്. ഈസ്റ്റർ ക്രിസ്മസ് ദിനങ്ങളിൽ BJPയുടെ പ്രവർത്തകർ അവരുമായിട്ടുള്ള സൗഹൃദം പങ്കിടുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ പ്രസിഡന്റായിരുന്ന കാലത്ത് തുടങ്ങിയ ഈസ്റ്റർ സ്നേഹയാത്ര ഒഴിവാക്കി BJP. ഈസ്റ്ററിന് സ്പെഷ്യൽ വിസിറ്റിന്റെ ആവശ്യമില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വീട് കയറൽ ഒഴിവാക്കിയത് അറിയില്ല എന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ്. കഴിഞ്ഞ വർഷത്തെ പോലെ ഈസ്റ്റർ സന്ദർശനം രാഷ്ട്രീയവൽക്കരിച്ചില്ല എന്ന് MT രമേശ്. ചർച്ചയായതോടെ ഈസ്റ്റർ ദിനത്തിൽ അരമണികളിലെത്തി BJPയുടെ നേതാക്കൾ. ഇത്തവണ സ്നേഹമില്ലേ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ M പ്രകാശൻ CPM-ൽ നിന്ന്, ശ്രീ VV രാജേഷ് BJP-യിൽ നിന്ന്, ശ്രീ കെവിൻ പീറ്റർ കാസയെ പ്രതികരിച്ച ഫാദർ പോൾ തെലക്കാട്ട് KCBCയുടെ മുൻ വക്താവ്. അടുക്കൽ VV രാജേഷ്, ഇത്തവണ സ്നേഹമില്ലേ? സ്നേഹമുള്ള ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ജനങ്ങളോട്, സമൂഹത്തോടും. ഞങ്ങളതൊരു തുടർ പ്രക്രിയയാണ്. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ ചില പ്രത്യേക ഇടപെടലുകൾ സമൂഹത്തിൽ വേണ്ട സമയത്ത് ഞങ്ങളുടെ പാർട്ടി അത്തരത്തിൽ തീരുമാനമെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. തുടർ പ്രക്രിയയാണ്, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും എന്നാണ് അങ്ങ് പറഞ്ഞത്. തുടർ പ്രക്രിയയാണെങ്കിൽ ഇത്തവണ സ്നേഹമില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യം ഉണ്ടാവില്ലായിരുന്നു. അത് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കുന്നത് നിങ്ങൾ താങ്കളല്ലേ? അല്ല, അങ്ങനെ ചോദിക്കാൻ കാരണം നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഇത്തവണ അങ്ങനെ ഒരു പ്രത്യേക സ്പെഷ്യൽ വിസിറ്റിന്റെ ആവശ്യമില്ല, എല്ലാ അവസരങ്ങളും സമാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുവർണാവസരമില്ല എന്നാണോ? അതായത് സ്പെഷ്യൽ വിസിറ്റിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിടത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഇടത് വലത് മുന്നണികൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് BJP-യാണ് കേരളത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തേണ്ടി വന്നു. ഇതുപോലുള്ള പരിശ്രമങ്ങൾ നടത്തിയാണ് ഗോവയിലൊക്കെ തന്നെ ക്രൈസ്തവ സമൂഹത്തിനിടയിലേക്ക് BJP കൂടുതൽ പ്രവർത്തിക്കുവാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹരിക്കാനും ഒക്കെ സാധിച്ചത്. അപ്പോൾ കേരളത്തിൽ നിങ്ങളെയൊക്കെ പോലുള്ള മാധ്യമങ്ങളും ഇടത് വലത് മുന്നണികളും ഒക്കെ കൂടെ തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു പരിധിവരെ ഞങ്ങളെ ചെറുക്കാൻ ശ്രമിച്ചപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് വളരെ ഉചിതമായ സമയത്ത് അത്തരത്തിലുള്ള ഇടപെടലുകൾ, പക്ഷേ വളരെ വിജയകരമായി, വളരെ വലിയ വിമർശനങ്ങളൊക്കെ നിങ്ങളൊക്കെ നടത്തിയെങ്കിലും, മണിക്കൂറുകളോളം ചർച്ചയൊക്കെ നടത്തിയെങ്കിലും വളരെ വിജയകരമായി ക്രൈസ്തവ സമൂഹം BJP-യുടെ നിലപാടുകളെ കേരളത്തിൽ സ്വീകരിച്ചതായിട്ടാണ് കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ഞങ്ങളുടെ ഭാഗത്തേക്ക് വരുന്ന ക്രൈസ്തവ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ഒക്കെ തന്നെ ഒഴുക്ക് പാർട്ടിയിലേക്ക് അനുഭാവികളായും പ്രവർത്തകരായും നേതാക്കന്മാരായിട്ട് വരുന്നത് തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹം BJP-യുടെ മുൻപ് ഇപ്പോൾ ജോർജ് കുര്യൻജി, അങ്ങനെ ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജസ്റ്റിനൊക്കെ 10-30 വർഷം കൊണ്ട് BJP പ്രവർത്തകരാണ്. അങ്ങനെയുള്ള 1, 2, 5, 10, 100 പേർ മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് നേതാക്കന്മാരും 10,000-കണക്കിന് അനുഭാവികളുമൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഓണം, ഈസ്റ്റർ, ക്രിസ്മസ്, വിഷു ഇതൊക്കെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ പരമാവധി ആഘോഷിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തവണ എന്തുകൊണ്ട് സ്നേഹയാത്രയില്ല? ഇപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ ഈ സ്നേഹയാത്രയൊക്കെ നടത്തുന്ന സമയത്ത് 2023-ൽ സ്നേഹയാത്ര നടത്തുന്ന സമയത്ത് അന്ന് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ, അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കർ തന്നെ ഈ സ്നേഹയാത്ര വലിയ വിജയമായിരുന്നു എന്നും ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ഒന്നാണ് എന്നുള്ള പ്രധാനമന്ത്രിയുടെ നിലപാട് അങ്ങനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ സ്നേഹയാത്ര എന്നുമൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ എന്തുകൊണ്ട് അത്ര വിജയകരമായ ഒരു കാര്യം നിങ്ങൾ ഇത്തവണ വേണ്ടെന്ന് വെച്ചു? ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം വിജയകരമായി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ച നടന്നാൽ പോലെ. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് 3 ജില്ലാ പ്രസിഡന്റുമാരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടി. തുടർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് അതിന്റെ തുടർച്ചയായിട്ടല്ലേ 3 BJP-യുടെ ഞങ്ങളുടെ ആ യാത്രയുടെ ആവശ്യം നടന്നു. അങ്ങനെ പറയരുത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു? ക്രൈസ്തവ സമൂഹത്തിനിടയിലേക്ക് LDF-ഉം UDF-ഉം വളരെ വലിയൊരു തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായിട്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് ഗുണഫലങ്ങൾക്ക് അവർക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്നു. BJP പോലുള്ളൊരു മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും അവർ അകന്നു നിൽക്കുന്നു. അത് ആ ക്രൈസ്തവ സമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ അവർക്ക് മെയിൻ സ്ട്രീമിലേക്ക് വരാൻ വേണ്ടി BJP-യുടെ പ്രവർത്തനം അവിടേക്ക് എത്തേണ്ട ആവശ്യം. അപ്പോൾ അത് ഏത് തരത്തിൽ പ്രതിരോധിക്കുക? ഇപ്പം ഞങ്ങൾക്ക് BJP-യുടെ ആശയം, BJP-യുടെ പ്രവർത്തനങ്ങൾ കടന്നു ചെല്ലാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഏതു തരത്തിൽ ഞങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാം എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ
പിന്നെ നേതാക്കന്മാർ കുറവായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ നിങ്ങൾക്ക് ജില്ലാ പ്രസിഡന്റ് നിങ്ങൾക്ക് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് കിട്ടി, നിങ്ങൾക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കിട്ടി. അല്ല, കിട്ടിയെന്നല്ല, ചോദിക്കുന്നത് ആ വിഭാഗത്തിലേക്ക് കൂടുതൽ എത്താൻ സാധിച്ചു. ഇത്തവണ വേണ്ടെന്ന് വെച്ചു എന്നാണ് ഞാൻ പറയട്ടെ. അതായത് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ചർച്ച വരുമെന്ന് തോന്നുമ്പോൾ മാധു വളരെ കണ്ണിങ്ങായിട്ട് ചാടി വീഴുകയാണ്. ഞാൻ സംസാരിച്ച SC കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് 2003 സംസ്ഥാന ഭാരവാഹിത്വത്തിൽ പങ്കെടുക്കുമ്പോൾ SC കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് കൂടുതൽ 2010 പങ്കെടുക്കുമ്പോൾ SC കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് കൂടുതൽ എങ്ങനെ കടന്നു കയറാം, അവിടെ നിന്ന് നമുക്ക് അസംബ്ലി പാർലമെന്റ് കാൻഡിഡേറ്റുകൾ, അവിടെ നിന്ന് നമുക്ക് സംസ്ഥാന ഭാരവാഹികളെ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ള കുറച്ച് ചർച്ച നടത്തും. അപ്പോൾ എന്താ B. മുരളീധരൻ ജി, കൃഷ്ണദാസ് ജി, CK പത്മനാഭൻ ജി ഇതുപോലുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കന്മാർ കോളനികളിലേക്ക് യാത്ര നടത്തി. SC കോളനി അവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്തി. BJPയെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തു. ഇന്ന് അല്ല, ഞങ്ങൾ അന്ന് നടത്തിയാണ് കോളനി വിസിറ്റ് എന്ന് തന്നെയാണ് അന്ന് ഉപയോഗിച്ച പദം. അന്ന് ഉപയോഗിച്ച പദം 2010 ഉപയോഗിച്ച പദം അത് തന്നെ. ഞാൻ പറഞ്ഞോട്ടെ, അന്ന് ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് ആ യാത്ര അങ്ങനെയാണ്. ഞാൻ ഉൾപ്പെടെ ഇരുന്ന ടീമാണ് അത് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഇന്നിപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ സുധീർ ഉൾപ്പെടെ SC കമ്മിറ്റിയിൽ നിന്നാണ്. കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് SC കമ്മിറ്റിയുള്ള വനിതയാണ്. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഏറ്റവും കൂടുതൽ SC ഇലക്ടഡ് പ്രതിനിധികളുള്ളത് BJPക്കാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അതുപോലത്തെ യാത്ര നടത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഞങ്ങൾ അന്ന് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ മെയിൻ സ്ട്രീം ഞങ്ങൾക്ക് അവരുടെ ഇടയിലേക്ക് കടന്നു കയറാൻ സാധിച്ചു. ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് കൂടി വന്നതോടുകൂടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് BJPയെ കുറിച്ച് പണ്ടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് പാടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു നോർമൽ പ്രവർത്തനം നടത്തി പോയാൽ മതി എന്നുള്ള അവസ്ഥയായി. ശരി, ക്രൈസ്തവ സമൂഹത്തിലായാലും പണ്ട് ഗോവയിൽ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പോലെ എഫർട്ട് എടുക്കേണ്ടി വന്നു. അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ. അതായത് ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു സ്പെഷ്യൽ വിസിറ്റിന്റെ ആവശ്യമില്ല. ഞാൻ പറയട്ടെ, ഇതിലൊന്നും ഫുൾ സ്റ്റോപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിലൊന്നും ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. വാക്കുകൾ കയറി തൂങ്ങുകയും വേണ്ട. ഞാൻ പോസിറ്റീവായിട്ടാണ് ചോദിച്ചത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരിക്കൽ കംപ്ലീറ്റ് ചെയ്തില്ല, അതിനൊക്കെ ഇടപെട്ടു. അതായത് ഇപ്പോൾ തൃശ്ശൂരിൽ MP ഉള്ള, ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, MP ഉള്ള ജില്ലയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജസ്റ്റിൻ ജേക്കബിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ MP ജയിച്ച സമയത്ത് അനീഷായിരുന്നു നേതൃത്വം കൊടുത്തത്. പക്ഷേ സംഘടന ചലിപ്പിക്കാൻ വേണ്ടി അനീഷിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച പ്രവർത്തനം കോട്ടയം, ഇടുക്കി ഈ ജില്ലകളൊക്കെ തന്നെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട. ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ അഡ്വക്കേറ്റ് VV രാജേഷ്. അതായത് നിങ്ങൾക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു, നിങ്ങളോടുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞു. പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നില്ല, ഞങ്ങൾക്ക് ഒരുപാട് അടുക്കാൻ സാധിച്ചു. അവർക്ക് സ്പെഷ്യൽ വിസിറ്റിന്റെ ആവശ്യമില്ല. ഇത് ഒരു തുടർ പ്രക്രിയ എന്നുള്ളത്. ഞാൻ ഇന്നിപ്പോൾ ചില ക്രൈസ്തവ ഭവനങ്ങളിൽ ഞാൻ പോയി. ഇന്ന് കുറെ പേര് പോയി. ഞാൻ പറയട്ടെ, പോയി. കഴിഞ്ഞ ദിവസം പോയിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്തുള്ള ഏറ്റവും വലിയൊരു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞാൻ 4-5 മണിക്കൂർ ചെലവഴിച്ചതാണ്. നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ ഡയലോഗ് നിരന്തരം നടത്തുന്നുണ്ട്. ശരി. ശ്രീ പ്രകാശൻ മാസ്റ്റർ, CPM-ഉം കോൺഗ്രസും മാധ്യമങ്ങളും നിരന്തരമായി BJPക്കെതിരെ നടത്തിയ വ്യാജ പ്രചാരണങ്ങൾ, അവരെ പറ്റി വലിയ തോതിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് BJP ഒരുപാട് പണിയെടുക്കുകയും ഒരുപാട് എഫേർട്ട് എടുക്കുകയും ഒരുപാട് ഇറങ്ങിച്ചെല്ലുകയും ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ അത്രയും വലിയ എഫേർട്ട് എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇനി അതൊരു നോർമൽ പ്രക്രിയ എന്ന നിലയ്ക്ക് പോവേണ്ടത് കൊണ്ട് വളരെ സ്വാഭാവികമായി അങ്ങനെ ഈസ്റ്ററിന് പോവേണ്ടതില്ല, ക്രിസ്മസിന് പോവേണ്ടതില്ല എന്ന നിലയ്ക്ക് എടുത്ത ഒരു തീരുമാനം മാത്രമാണ് ഇപ്പോൾ ഈ സ്നേഹയാത്ര വേണ്ടതില്ല എന്ന തീരുമാനം എന്നുള്ളതാണ് BJP വിശദീകരിക്കുന്നത്. എന്താണ് CPM എങ്ങനെയാണ് അതിനെ കാണുന്നത്? കഴിഞ്ഞ 11 വർഷമായുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭരണം എത്രമാത്രം ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെ തന്നെ അവരുടെ സംഘടനകൾ സമീപകാലത്ത് പറഞ്ഞിരിക്കുന്ന കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ 2014 നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യാനികൾക്കെതിരെയും ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയുമുള്ള വലിയ കയ്യേറ്റങ്ങൾ, അതിൻ്റെ കണക്കുകളെല്ലാം തന്നെ അവരുടെ സംഘടന തന്നെ, അവരുടെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ നിലക്ക് വ്യാപകമായ നിലക്ക് ക്രിസ്ത്യാനികൾക്കെതിരെയും അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെയുമുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അപ്പോൾ മണിപ്പൂർ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട ഒരു കാര്യമില്ല. ഇവിടെ സമീപ ദിവസങ്ങളിലായിട്ട് ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, സ്കൂളുകൾ കയറിയിട്ട് കുട്ടികളുണ്ടാക്കിയിട്ടുള്ള പുൽക്കൂട് പൊളിച്ചു കളയുക, ക്രിസ്ത്യാനികളുടെ ആഘോഷം തടയാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വരിക, ഇങ്ങനെയല്ല. അതുപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ജബൽപൂരിലുണ്ടായിട്ടുള്ള സംഭവം, ഇതെല്ലാം വെച്ച് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളെ പഴയതുപോലെ തങ്ങൾ വിചാരിച്ച രൂപത്തിൽ കൊണ്ടുവരാനാവുന്നില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്.
ഇവിടെ ക്രിസ്ത്യാനികളെ തങ്ങൾക്ക് അനുകൂലമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഏറ്റവും ഏറെ ഈ കേരളത്തിൽ BJP ശ്രമിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി ഉൾപ്പെടെ അതിന് നടത്തിയിട്ടുള്ള ഇടപെടൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പള്ളികളെയും അതുപോലെ തന്നെ പള്ളി മേധാവികളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം വലിയ പരിശ്രമങ്ങളാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ അവർ നടത്തിയതെന്നുള്ളത് നമ്മളെല്ലാം കണ്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതേ അവസരം തന്നെ അവരുടെ അടിസ്ഥാന ആശയം ഒരു കാരണവശാലും ഈ ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അവരെ വെച്ചിരിക്കണം എന്നുള്ള ഒന്നല്ല എന്നുള്ളത് ഞങ്ങൾ നിരന്തരമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രകാശ് മാസ്റ്റർ, അതായത് BJP കാണുന്നത് അവർ ഇതിനകം ആ തെറ്റിദ്ധാരണകൾ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മണിപ്പൂർ വിഷയം ഉയർത്തുന്നു, ജബൽപൂർ വിഷയം ഉയർത്തുന്നു, മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPM, ഇടതുപക്ഷം, കോൺഗ്രസ് ഒക്കെ അവരുടേതായിട്ടുള്ള ന്യായം മുന്നോട്ട് വെക്കുന്നു. വഖഫിനെ അടക്കം എതിർത്ത് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന നിലപാട് കോൺഗ്രസ് ഒക്കെ അനുവർത്തിക്കുന്നു. പക്ഷെ BJP അതിനെയല്ല കാണുന്നത്. കൃത്യമായി ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിൽ നിന്ന് ഇനി തെറ്റിദ്ധാരണ നീക്കാനുള്ള ഇടപെടലുകൾ ആവശ്യമില്ല, സമൂഹം ഞങ്ങളെ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു എന്ന നിലയ്ക്കാണ് അവരത് അവസാനിപ്പിക്കുന്നത്. അത് ഒരു വലിയ തമാശ എന്ന് മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ. കാരണം ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ സമീപ ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ അവരെ BJPയെ ഒരു കാരണവശാലും ആശ്രയിക്കാനാവില്ല എന്നുള്ള ചിന്തയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇപ്പം നമുക്കറിയാലോ, പാമ്പ്ളാരി തിരുമേനി ഇവിടെ 300 രൂപ റബ്ബറിന് കിട്ടിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഒരു MBA കൊടുക്കാം, ഈ പറഞ്ഞ BJPക്ക് ഒരു MBA കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം. സമീപ ദിവസം നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അതുപോലെ എന്നുള്ളതാണ് പാമ്പ്ളാരി പിതാവിന്റെ ഏറ്റവും പുതിയ പ്രതികരണം എന്ന് പറയുന്നത്. അവിടേക്കാണ് ക്രിസ്ത്യൻ മത വിഭാഗത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും കഴിഞ്ഞു എന്ന് BJP അവകാശപ്പെടുന്നത്. അതൊരു കാരണവശാലും ശരിയല്ലല്ലോ. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് കേരളത്തിലെ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ അവർക്ക് നേരത്തെ ഉണ്ടായ അത്രയും വിശ്വാസം പോലും BJPയിൽ ഇല്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി പോയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഉപേക്ഷിച്ചെന്നുള്ള അവർ പറയേണ്ട കാര്യമാണ്. എന്തായാലും അനുഭവങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ കൂടുതൽ പഠിക്കുകയാണ്. തങ്ങൾക്ക് ഒരു കാരണം വെച്ചാലും ആശ്രയിക്കാനാവാത്ത ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാര ശക്തികൾ, BJP, RSS എന്നെല്ലാം അവർ മനസ്സിലാക്കേണ്ടി വരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും, മണിപ്പൂരിൽ 200-ലേറെ ക്രിസ്തീയ ദേവാലയങ്ങൾ തകർത്ത് കളഞ്ഞു എന്നുള്ളത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ കൊല്ലം മാത്രം 1000-ലേറെ ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നിരിക്കുന്നതെന്ന് പറയുന്ന വരെയല്ല, ക്രിസ്തീയ മേഖലയിലുള്ള സംഘടനകളാണ്. ഓരോ ദിവസവും ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു പറയുന്ന സഭയാണ്. അപ്പൊ എത്ര ഗൗരവമായ നിലക്കാണ് ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ സഭകളുടെ ഭാഗത്തു നിന്നുണ്ടായ തീരുമാനമല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുണ്ടായ തീരുമാനമല്ല, BJP സ്വമേധയാ എടുക്കുന്ന തീരുമാനമാണ് ഈസ്റ്റർ കാലത്ത് സ്നേഹയാത്രയിലേക്ക് പോവേണ്ടതില്ല എന്നുള്ളത്. ഞാൻ വരാം മാഷേ, ഞാൻ വരാം അങ്ങയിലേക്ക് ഞാൻ വരാം. ശ്രീ കെവിൻ പീറ്റർ, ഇപ്പോ കാസ കഴിഞ്ഞ ദിവസം വഖഫ് അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതിയിലേക്ക് വഖഫ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ആ ഹർജിയുടെ ഭാഗമാകാനൊക്കെയുള്ള നീക്കം നടത്തുന്ന BJPയുമായി ഏറെ ചേർന്ന് നിൽക്കുന്നു എന്ന് തുറന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഘടനയായി മാറുകയാണ്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന നിലയ്ക്കാണ് എങ്കിൽ ശ്രീ കെവിൻ പീറ്റർ, ഇപ്പോൾ നോക്കൂ, BJP ക്രിസ്തീയ സമൂഹത്തോട് എടുത്ത നിലപാടുകൾ, ഈസ്റ്റർ അടക്കം ക്രിസ്മസ് കാലത്തടക്കം നിങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹ സന്ദേശങ്ങളടക്കം അല്ലെങ്കിൽ പ്രകടിപ്പിച്ചിട്ടുള്ള സ്നേഹത്തോട്, സമഭാവനയോട് ഒക്കെ ഐക്യപ്പെട്ടായിരിക്കുമല്ലോ ഇവിടെ BJPക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തു പോകാം എന്ന് കാസ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഈസ്റ്റർ കാലത്ത് അങ്ങനെ ഒരു സ്നേഹയാത്ര വേണ്ടതില്ല എന്ന് BJP പറയുന്നതിനെ അഡ്വക്കേറ്റ് VV രാജേഷ് പറഞ്ഞ അതേ അർത്ഥത്തിലാണോ കാസ ഉൾക്കൊള്ളുന്നത്? ഞാൻ ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം ചുരുക്കി ഒന്ന് പറയുന്നത് വരെ മാധു ഇതിന്റെ ഇടയ്ക്ക് കയറരുത് പ്ലീസ്. അപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇപ്പോ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചടങ്ങോ ഇതൊരു കീഴ്വഴക്കോ ആക്കി മാറ്റേണ്ടതായ ഒരു ആവശ്യവുമില്ല. ക്രിസ്ത്യാനികൾ അത് ആഗ്രഹിക്കുന്നുമില്ല. ക്രിസ്ത്യാനികള് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം എന്തെന്നും ഈ രാജ്യത്ത് നടക്കുന്നത് എന്തെന്നും ശരിക്കും മനസ്സിലാക്കുന്ന ബുദ്ധിയും വിദ്യാഭ്യാസവുമുള്ള സമൂഹമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങളിവിടെ ചർച്ച ചെയ്തതുപോലെ 2023 അവർ ഈ ഭവനങ്ങൾ സന്ദർശിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, പ്രധാനമന്ത്രി ക്രിസ്ത്യൻ മതമേലധ്യക്ഷൻ നടത്തിയ ചടങ്ങുകളിൽ പോയി 15-20 മിനിറ്റോളം സംസാരിച്ചു. അതുപോലെ തന്നെ മരുന്ന് കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ രാജ്യം നോക്കുമ്പോൾ ക്രിസ്ത്യാനികളോട്
അടുപ്പവും സ്നേഹവും ക്രിസ്ത്യാനികളെ ഒപ്പം നിർത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനെ മുൻകാലങ്ങളിൽ ഉണ്ടായ ഇവരുടെ സ്നേഹ സന്ദേശ യാത്രയെ ആ രീതിയിൽ ഞങ്ങൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഇനി അതൊരു കീഴ്വഴക്കമായി തുടരേണ്ട ആവശ്യമില്ല. പക്ഷേ തുടർന്ന് ഈ വഖഫ് നിയമ ഭേദഗതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും BJPയും എടുത്ത നിലപാടോട് കൂടി ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലായി BJPയുടെ വാക്കും പ്രവൃത്തിയും ഒന്നു തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുണ്ടായാൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളുടെ ഭവനം സന്ദർശിച്ചതിൽ ഞങ്ങൾക്കതൊരു കുഴപ്പമൊന്നുമില്ല. അത് ഒരു കീഴ്വഴക്കമാക്കി എല്ലാ വർഷവും നടത്തുന്ന ഒരു ചടങ്ങ് മലയ്ക്ക് പോകുന്ന മലയാറ്റൂര് പോകുന്നത് പോലെ ഒരു ചടങ്ങാക്കി മാറ്റേണ്ടതായ ഒരാവശ്യവുമില്ല. അതുകൊണ്ട് സമുദായത്തിന് അതൊന്നുമില്ല. പിന്നെ ഇന്നലെ ദുഃഖശനിയാണ്. ദുഃഖശനിയാഴ്ച അല്ല അരമനകളോ അല്ലെങ്കിൽ മതമേലന്മാരെ സന്ദർശിക്കാൻ പോകുന്നത്. അത് മാതൃഭൂമിക്ക് തെറ്റുപറ്റിയതാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ദുഃഖശനി ഞങ്ങൾ വീടുകളിൽ തന്നെ ഇരിക്കുന്ന ദിവസമാണ്. അന്ന് സന്ദർശകരെ ഒന്നും സ്വീകരിക്കാറില്ല, എന്റർടൈൻമെന്റായിട്ടുള്ള ഒരു കാര്യത്തിനും പോകാറുമില്ല. അതുകൊണ്ട് ശനിയാഴ്ച ദിവസം BJP നേതാക്കളാരും ഞങ്ങളുടെ അരമന സന്ദർശിച്ചില്ലെങ്കിലും വീട് സന്ദർശിച്ചില്ല ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ പല ജില്ലകളിലും എല്ലാം പോയിട്ട് മതമേലധ്യക്ഷന്മാരെ കണ്ട് ഈസ്റ്റർ ആശംസ അറിയിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തകർ പല വീടുകളിലും വന്നു. എന്റെ വീടുകളിൽ ഇന്ന് വരികയുണ്ടായി, അവർ വരികയുണ്ടായി. പക്ഷെ അവർ വന്നാലും വന്നില്ലേലും ഞങ്ങൾക്കൊരു വിഷയമല്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം ആര് നിൽക്കുന്നു, ഞങ്ങളുടെ ശബ്ദം ആര് കേൾക്കുന്നു, ഞങ്ങൾക്കൊപ്പം ചേർന്ന് ആര് നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം. അങ്ങ് പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് കുറച്ചുകൂടി വ്യക്തത വേണ്ടതുണ്ട്. ഒന്ന്, ദുഃഖശനിയാണ്, അവിടേക്ക് BJP നേതാക്കൾ എത്തില്ല, അത് മാതൃഭൂമിക്ക് പിശക് സംഭവിച്ചതാണ് എന്നങ്ങ് പറഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ അല്ലെങ്കിൽ ഈസ്റ്റർ കാലത്ത്, അതായത് 2023 ഓർമ്മയുണ്ടാകും, ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ശ്രീ കെവിൻ പീറ്റർ. ശരി. അപ്പോ കഴിഞ്ഞ 2023 ഏതാണ്ട് 10 ദിവസം അല്ലെ, 10 ദിവസം മുൻപ് തന്നെ ജില്ലാ കമ്മിറ്റികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഒരു കാര്യമായിരുന്നു. ഇന്ന് അവരുടെ നേതാവ് MT രമേശ് തന്നെ പറയുന്നുണ്ടായിരുന്നു അത് രാഷ്ട്രീയമായ ഒരു പരിപാടിയായി കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്കാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. പിന്നെ തൊട്ടു മുമ്പാണ് ശ്രീ VV രാജേഷ് പറഞ്ഞത് ഞാൻ ഇന്നലെ, അതായത് അങ്ങ് പറഞ്ഞ ദുഃഖ ശനിയാഴ്ച സന്ദർശനം നടത്തി എന്നുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു വ്യക്തിപരമായ കാര്യത്തിൽ. അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വ്യക്തിപരമായ കാര്യത്തിന് പോയത് എന്താണ്? ഞാനൊന്ന് പറയട്ടെ, ഞങ്ങളുടെ റിലേഷൻ ഞാൻ അതാണ് റിഫ്ലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ റിഫ്ലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതാണ്. മാധു കേൾക്കുന്ന കാര്യം അതുപോലെ അവതരിപ്പിക്കണം. ഇന്ന് 1-2 വീടുകളിൽ പോയി എന്ന് പറഞ്ഞു. ഇന്നലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ ഞാൻ പോയിരുന്നു. 4-5 മണിക്കൂർ ഞാൻ അവിടെ ചെലവഴിച്ചു. ബന്ധപ്പെട്ടല്ല. അല്ലല്ല, പിന്നെ ഈ ചർച്ചയിൽ ഞങ്ങളുടെ ആ റിലേഷൻ ആരുടെ ഞങ്ങളുടെ BJP നേതൃത്വത്തിന്റെയും BJPയുടെ പ്രവർത്തകരുടെയും ഞങ്ങളുടെ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. അതായത് ക്രിസ്തീയ സഭകളുടെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല. ആണ് ഒരു ക്രൈസ്തവ സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്റെ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റിലേഷൻ അല്ല, ഇതിപ്പോ ഈസ്റ്റർ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ചർച്ചയിലങ്ങ് പറഞ്ഞു. ഒരു ചർച്ചയിലങ്ങ് പറഞ്ഞു. പല കാര്യങ്ങൾ പറയുന്നല്ലോ, പല കാര്യങ്ങൾ പറയുന്നല്ലോ, ഒരു ചർച്ചയിലങ്ങ് പറഞ്ഞു. പറയണമെന്ന് പറഞ്ഞു. ഓരോ പറയുന്നത് പോലെ തോന്നുന്ന കാര്യം പറയുന്ന പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്. ഞാൻ അങ്ങയുടെ അവസരത്തിൽ വരാം. ഞാനൊന്ന് മറുപടി പറയണേ. മധു ചോദിച്ചോളൂ. മറുപടി പറയാം. ശരി. രണ്ടാമത്തെ കാര്യം, ഇപ്പോ വന്നാലും വന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് അങ്ങ് പറയുന്നു. അതുപോലെ തന്നെ അങ്ങ് പറയുന്നു വരേണ്ടതില്ല എന്നും. ഇതിൽ ഏതിലാണ് അങ്ങ് ഉറച്ചു നിൽക്കുന്നത്? വരേണ്ടതില്ല എന്ന് ഉറച്ചിരിക്കുന്നത്. വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ചർച്ചയിൽ ചുമ്മാ പറഞ്ഞിരിക്കല്ലേ വന്നാലും വന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്ന്. വരേണ്ടതില്ല എന്നാണെങ്കിൽ ഇന്നിപ്പോ ഈസ്റ്റർ ദിനത്തിൽ BJP നേതാക്കൾ സന്ദർശനം നടത്തുന്നുണ്ടല്ലോ, ഇത് ചർച്ചയായിട്ട് പിന്നാലെ. മാഡം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ രാഷ്ട്രീയ പാർട്ടി ക്രിസ്ത്യാനികളുടെ ഏത് വിഷയങ്ങളിലും ഒപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് മുനമ്പം വിഷയത്തിലും വഖഫ് നിയമ ഉറപ്പായി കഴിഞ്ഞു. അതൊരു സംഘടനാ സംവിധാനം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണല്ലോ. അങ്ങ് ഈ ചർച്ചയിൽ തുടർച്ചയായി ഞങ്ങൾ ക്രിസ്ത്യാനികൾ, അതായത് കാസ്തയുമായി ബന്ധപ്പെട്ട കാസ്തയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് തന്നെയാണ് അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കത് പറയാൻ സാധിക്കും. രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ്. അത് മൊത്തം ഇല്ല മാഡം, ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ പ്ലീസ്. ഇപ്പൊ പോൾ തേലക്കാട് പങ്കെടുക്കുന്നത് എന്ന് പറയുന്നത് അദ്ദേഹം സീറോ മലബാർ സഭ വൈദികനാണ്. പക്ഷെ ഞാനെന്ന് പറയുന്നത് കേരളത്തിലെ കത്തോലിക്കർ മുതൽ പ്രൊട്ടസ്റ്റന്റ് വരെയുള്ള 10-20 സഭകളുടെ വിശ്വാസികളുടെ ഏകീകൃത സംഘടനയാണ്. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ക്രിസ്ത്യാനികളെന്ന് പറയാനുള്ള അവകാശവും. കണ്ടിന്യൂ. ശ്രീ ഫാദർ പോൾ തേലക്കാട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പാമ്പ്ലാനി പിതാവ് പറഞ്ഞ ഒരു കാര്യം പ്രകാശ് ശ്രീ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അത് കുരിശിന്റെ വഴി അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട
രാജ്യത്താകമാനം അല്ലെങ്കിൽ രാജ്യത്തെ ചിലയിടങ്ങളിൽ അതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ്. ഇതിന് തൊട്ട് മുൻപ് പാമ്പ്ളാനി പിതാവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ തോതിൽ വിവാദമായ ഒരു രാഷ്ട്രീയ പ്രതികരണം എന്ന് പറയുന്നത് റബ്ബർ വില 300-ലെത്തിക്കുകയാണെങ്കിൽ BJPക്ക് MP ഉണ്ടാകും എന്നതടക്കം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. സഭകൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് BJPയുമായുള്ള ബന്ധത്തിൽ ഏതു നിലയെടുക്കണം എന്നതിൽ ഒരാശയ പ്രശ്നമുണ്ടോ? ഒരു വിശ്വാസ സമൂഹവും ഒരു രാഷ്ട്രീയ പാർട്ടിയും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ ഉള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പോൾ 2 രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ നമുക്കതിനെ സഖ്യകക്ഷി രാഷ്ട്രീയം എന്ന് വിളിക്കാം. ഒന്നൊരു മതവിഭാഗവും ഒന്നൊരു രാഷ്ട്രീയ പാർട്ടിയുമാണ്. ക്രൈസ്തവർ മുഴുവൻ BJPക്ക് അനുകൂലമായി തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നൊക്കെ ഇവിടെ ചിലർ പറയണ കേട്ടു. എന്താണ് അതിന് അടിസ്ഥാനം? എന്ത് ന്യായത്തിലാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. ക്രിസ്ത്യാനികൾ ബോധമുള്ളവരാണ് എന്നും പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ബോധമുള്ളവരാണെങ്കിൽ ബോധപൂർവ്വം പ്രവർത്തിച്ചോളും എന്ന് തന്നെയാണ് പറയാനുള്ളത്. BJP സ്നേഹയാത്ര നടത്തുന്നതിൽ എനിക്ക് യാതൊരു പരാതിയില്ല. ഒരു ജനാധിപത്യ പാർട്ടി എന്ന വിധത്തിൽ എല്ലാ പാർട്ടികളും എല്ലാ സമൂഹങ്ങളോടും മതങ്ങളോടും തുല്യമായ സമീപനവും സ്നേഹത്തിൻ്റേത് യാത്രയുടെ ഒരു സമീപനവും സ്വീകരിക്കുന്നത് സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വേണ്ട എന്നവർ തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ട് വേണ്ട എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കടമയുണ്ട് എന്ന് പറയാം. അതേസമയം സ്നേഹയാത്ര കേരളത്തിലും ഗോവയിലും മാത്രമാണ് നടത്തുന്നത്. ഉത്തരേന്ത്യയിലെ സംസ്ഥാനം ക്രിസ്ത്യാനികളുണ്ട്, അവർ പീഡിപ്പിക്കപ്പെട്ടവരാണ്. അങ്ങോട്ടൊന്നും ഒരിക്കലും ഒരു സ്നേഹയാത്ര നടത്താതെ എന്താണ് നടത്താതിരിക്കുന്നത്, എന്തുകൊണ്ട് നടത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്. അതിനൊന്നും ഒരു ഉത്തരവും ആരും പറയുന്നില്ല. ഇവിടെ എല്ലാം വോട്ടും ഞങ്ങൾ പൂർണ്ണമായി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു എന്ന നിലപാടെടുക്കുന്നത് അത്യന്തം ശോചനീയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ക്രൈസ്തവർ അവർ സ്വതന്ത്രമായി അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ചോളും. ക്രൈസ്തവ സഭ ആർക്കും വോട്ട് വിറ്റിട്ടുണ്ടെന്ന് ഈ തോന്നുന്നില്ല. ക്രിസ്ത്യാനികൾ അതിനെ അത് ആ വിധത്തിൽ ഒരു പാർട്ടിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ് എന്ന് പറയാൻ എനിക്ക് കഴിയുള്ളൂ. ഞാനൊരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല പറയുന്നത്, ഒരു ക്രൈസ്തവനായിട്ടാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഒരു BJP ആളുകൾ ഞാൻ പറഞ്ഞോട്ടെ, ആ സമൂഹങ്ങളിലേക്ക് ഒരിക്കലും, നോർത്ത് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് ഒരിക്കലും സ്നേഹത്തിൻ്റെ ഒരു ദൗത്യവുമായി സ്നേഹയാത്ര നടത്താൻ ആരാണ് അവരെ തടയുന്നത്? എന്താണ് അവർക്ക് പ്രശ്നമുള്ളത്? സമൂഹത്തിൽ എല്ലാവരോടും ഒരുപോലെ സമീപിക്കാനുള്ള ജനാധിപത്യ മര്യാദ എല്ലാവരും കാണിക്കാതെ കുറേ കൂട്ടരെ വെറുക്കുകയും കുറേ കൂട്ടരെ പീഡിപ്പിക്കുകയും കുറേ കൂട്ടരെ കൊല്ലുകയും ചെയ്യുന്ന ആ ഡബിൾ സ്റ്റാൻഡേർഡ് എന്തുകൊണ്ട് എടുക്കുന്നു എന്നെനിക്കറിയില്ല. ഒരു 30 സെക്കൻഡ് എനിക്ക് ഒരു ചോദ്യം പോൾ തേലക്കാട്ടിനോട് ചോദിക്കും. അദ്ദേഹത്തിന് അനുമതി ഉണ്ടെങ്കിൽ ഫാദർ പോൾ തേലക്കാട്ട് അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് കെവിൻ പീറ്ററിന് താല്പര്യമുണ്ട്. അങ്ങ് വഴങ്ങുന്നുവോ? കെവിൻ പീറ്റർ കാസയുടെ പ്രതിനിധിയാണ്. കാസ ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനികളുടെ സംഘടനയാണെന്ന് പറയാൻ എന്താണ്? ഞാൻ ചോദ്യമല്ലേ ചോദിച്ചോളൂ, അനുമതിയല്ലേ ചോദിച്ചോളൂ അച്ചോ, അത് പറയൂ. നോ ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അച്ഛൻ സ്നേഹവും സമാധാനവും ഒക്കെ പറയുന്ന അച്ഛനല്ലേ ഇവിടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എങ്ങോട്ട് തിരിഞ്ഞു കുർബാന ചൊല്ലണമെന്നതിനെ കുറിച്ചുള്ള സർവ്വ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന നാണമുണ്ടോ അച്ഛന് സഹോദരത്തെയും സ്നേഹത്തെയും കുറിച്ച് സംസാരിക്കാനായിട്ട്? കുർബാന ഇല്ല, പരസ്പര ബഹുമാനത്തോടു കൂടി അല്ലാതെ ഒരു ചർച്ചയിൽ പങ്കെടുക്കരുത്. അച്ഛൻ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അച്ഛന് അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ സ്നേഹത്തെ കുറിച്ച് കെവിൻ പീറ്റർ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് നാണമുണ്ടോ അഭിമാനമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടല്ല. അതും ഒരു പുരോഹിതനോട് ഏത് ഭാഷയിൽ സംസാരിക്കണമെന്ന് അറിയാത്ത ആളാണോ ക്രിസ്ത്യാനികളുടെ മൊത്ത കച്ചവടം കൊണ്ട് ഇറങ്ങുന്നത്? അഭിമാനമുണ്ടോന്ന് ചോദിച്ചില്ല, നാണമുണ്ടോ എന്ന് ചോദിച്ചു. അത് അൺപാർലമെന്ററി വാക്കല്ല, അത് സ്വാഭാവികമായ ഒരു വാക്കാണ്. അല്ല, ഒരു പുരോഹിതനോട് ഏത് ഭാഷയിൽ സംസാരിക്കണം എന്ന് പോലും അറിയാത്തവരാണോ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുന്നത്? ഇന്നലെ പോലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആ ദേവാലയം തുറക്കാതിരിക്കാനായിട്ട് സർവ്വ കുത്തിത്തിരിപ്പിന്റെയും കൂട്ടത്തിൽ നിന്ന ആളാണ് വന്നിട്ട് ഇന്ന് ക്രിസ്ത്യാനികളുടെ ഉത്തരേന്ത്യയിലെ കാര്യം പറഞ്ഞ് സ്നേഹവും സമാധാനവും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാണ്. കണ്ടിന്യൂ. അല്ല, ഒരു വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു ചർച്ച നടക്കുന്നു. നേരത്തെ ശ്രീ VV രാജേഷിന് ഇടയ്ക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അത് ആ വിഷയത്തിൽ നിർത്തിക്കൊണ്ടാണ് അങ്ങ് ഈ സമയത്ത് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ
ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തിന്റെ അനുമതി ഉണ്ടോ എന്ന് ചോദിച്ച് അങ്ങേക്ക് അവസരം ഒരു സമയം നേടിത്തരുന്നത് അങ്ങേക്ക് വ്യക്തിപരമായി ചോദിക്കാനുള്ള ഒരു കാര്യം ചോദിക്കാനുള്ള അവസരമായി കാണരുത്. ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ഒരു പുരോഹിതനോട് സംസാരിക്കരുത് എന്ന് പൊതുസമൂഹം വിചാരിക്കുന്ന ഭാഷയിൽ അങ്ങ് അതിനോട് സംസാരിക്കരുത് പറഞ്ഞാൽ അത് അപലപിക്കേണ്ട കാര്യമാണ്. ഇത്രയും നേരം ഈ ചർച്ചയിലുള്ള എല്ലാ പാനലിസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എല്ലാ പാനലിസ്റ്റുകളെയും അഭിസംബോധന ചെയ്ത രീതി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ചർച്ചയുടെ രീതി. ഇല്ല, ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്റെയും വൈദികൻ തന്നെയാണ്. അച്ചോ എന്ന് വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ കുർബാന വിഷയം എന്ന് പറഞ്ഞാൽ പൊതുനിരത്തിലും അൾത്താരയിലും കയറി തല്ലുവാടിയൊക്കെ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. പോലീസ് ഇടപെട്ട വിഷയം തന്നെയാണ്. അങ്ങേക്ക് അദ്ദേഹത്തിനോട് മറുപടി പറയണമെന്നുണ്ടോ? ഇല്ല, എനിക്ക് താല്പര്യമില്ല. അതാണ് അതിന് ഏറ്റവും നല്ല മറുപടി. ആ പ്രതികരണമാണ് അതിന് ഏറ്റവും നല്ല മറുപടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിടവേള തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ വി രാജേഷ്, എമ്പുരാൻ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് അതിന് ആ സമയത്ത് തന്നെ RSSന്റെ ഭാഗത്ത് നിന്ന് ഓർഗനൈസറിൽ വന്നൊരു ലേഖനം ക്രിസ്ത്യൻ സഭ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി, സ്വത്ത്, ആസ്തികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് പിന്നീട് നിന്ന നിപ്പിൽ കാണാതെ പോവുകയും ചെയ്തു. മുനമ്പത്ത് അത് തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചത് എന്ന് രാഷ്ട്രീയമായി നിങ്ങൾ ആരോപണം കേൾക്കേണ്ടിയും വന്നു. അതായത് വഖഫ് കഴിയുന്നു, അടുത്ത ലക്ഷ്യം ക്രൈസ്തവ സഭയാണ് എന്ന ആരോപണം നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്ന വിമർശനവും നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഇനി വലിയ സ്നേഹം വേണ്ടതില്ല അല്ലെങ്കിൽ സ്നേഹയാത്ര വേണ്ടതില്ല എന്ന നിലയ്ക്ക് അതിനെ കാണുന്നത്? നേരത്തെ കെവിൻ പീറ്റർ പറഞ്ഞില്ല, ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. മാധുവിന്റെ കുത്തിത്തിരിപ്പ് ചർച്ചയുണ്ടല്ലോ, കുത്തിത്തിരിപ്പ് നേച്ചറിന്റെ ഭാഗമായി. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ പറയുന്നു, ഞാൻ ആരോപണം സ്റ്റേറ്റ്മെന്റ് എന്നല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ, മറുപടി പറയാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ BJP പ്രകാശം മാഷിന് ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നതിന് എന്തിനെങ്കിലും പിന്തുണയ്ക്കാൻ പറ്റുമോ? ഇല്ല, സാധിക്കില്ല. അപ്പോൾ BJP ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും ഇടത് വലത് മുന്നണികളും അവരോട് ബന്ധപ്പെട്ടിരിക്കുന്ന മാധ്യമങ്ങളും ഒക്കെ തന്നെ ചില ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇപ്പോൾ പല മുഖപത്രങ്ങളും സംഘടനകളുടെ മുഖപത്രങ്ങൾ വരാറുണ്ട്, അതിൽ പല വാർത്തകളും വരാറുണ്ട്. വരുന്ന വാർത്തകൾ അവർ തന്നെ വിഡ്രോ ചെയ്യാറുണ്ട്. ഇതിനൊക്കെ തന്നെ BJPയുടെ വക്താവ് അല്ലെങ്കിൽ BJPയുടെ പാനലിസ്റ്റ് വന്നത് ആൻസർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരോട് ചോദിക്കണം. ഞങ്ങൾക്ക് BJP മറുപടി പറയാൻ വേണ്ടി ബാധ്യസ്ഥമായിട്ടുള്ള BJP എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നത് ഓർഗനൈസറിന്റെ ലേഖനത്തിന് മറുപടി പറയേണ്ട ബാധ്യത അങ്ങേക്കില്ല. ഞാൻ ഒരു പേര് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഓർഗനൈസറിന്റെ കാര്യം, താങ്കൾ ഏത് കാര്യം ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞത് BJP സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ആ രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അഡ്വക്കേറ്റ് വി രാജേഷ്, ഞാൻ ചോദിക്കുന്നു, ഓർഗനൈസറിലെ ലേഖനം പിൻവലിച്ചില്ലേ? അങ്ങ് പറയുന്നു പല മുഖപത്രങ്ങളും പല ലേഖനം വെക്കാറുണ്ട്, അതിന് BJPക്ക് മറുപടി പറയേണ്ടതില്ല. RSS മുഖപത്രത്തിന്റെ ലേഖനത്തിന് അങ്ങേക്ക് മറുപടി പറയേണ്ടതില്ല. അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ ഇപ്പൊ മാധു വ്യാഖ്യാനിച്ചായിരിക്കും ചെയ്യാൻ പറ്റില്ല. കാരണം താങ്കൾ എന്ത് പറയണം, അങ്ങ് എന്താണ് പറയണമെന്ന് അങ്ങാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് BJPയുടെ പാനലിസ്റ്റുകൾ ചർച്ചയ്ക്ക് വരുന്നത് പൊതുസമൂഹത്തെ ഞങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ഓരോ വിഷയത്തിലും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്ന ചർച്ചകൾ, അതിൽ ഞങ്ങളുടെ ക്ലാരിഫിക്കേഷൻ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വരുന്നത്. അതിനെക്കുറിച്ച് മാധു, ഭൂമി, സൂര്യന് താഴെയുള്ള എന്തും ചോദിച്ചാൽ ഞാൻ പറയാം. അതായത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന, ഈസ്റ്റർ കാലത്ത് കടന്നു ചെല്ലുന്ന സ്നേഹയാത്ര വേണ്ടതില്ല എന്ന തീരുമാനത്തിന് ക്രിസ്തീയ സമൂഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ നിലവിൽ BJP ചിന്തിക്കുന്നതേ ഇല്ല. ഞങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് അജണ്ട എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. BJPക്ക് ഞാൻ ആവർത്തിച്ച് പറയാം, BJPക്ക് റീച്ച് ചെയ്യാൻ സാധിക്കാത്ത മേഖലകൾ ഇനിയുമുണ്ട്, കേരളത്തിൽ ഇനിയുമുണ്ട്. ഒരുപക്ഷെ ഭാരതത്തിൻ്റെയും ചില കോണുകളിൽ ഇനിയും ഉണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലറിയില്ല. ഫാദർ പോൾ തേലക്കാട് ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഗോവയിലും കേരളത്തിലും മാത്രം സ്നേഹയാത്ര സംഘടിപ്പിച്ചത്? ആരാ പറഞ്ഞത്? ഫാദർ പോൾ തേലക്കാട്. ആരാ പറഞ്ഞ അങ്ങനെ ഇല്ലെന്ന്? ഇനി അവിടെ ചിലപ്പോൾ ഉപയോഗിക്കുന്ന പേര് ഇതായിരിക്കില്ല. അവിടെയും ഞങ്ങൾക്ക് അങ്ങനെ കടന്നു കയറാൻ സാധിച്ചുകൊണ്ടാണല്ലോ ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് MP ഉണ്ടാകുന്നത്, ഞങ്ങൾ ഭരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഏതെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബഹുമാനപ്പെട്ട പിതാവ് അങ്ങനെ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾക്കൊക്കെ നാഷണൽ ലെവലിലുള്ള ലീഡേഴ്സ് വരുമ്പോൾ ന്യൂനപക്ഷ മേഖലകൾ, ന്യൂനപക്ഷ സംസ്ഥാനങ്ങൾ അവർ എങ്ങനെയാണ് ആ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നത്. അത് നോർത്ത് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് ഭരണമുള്ള സ്റ്റേറ്റുകളുണ്ട്, MLA MP മാരൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ
ന്യൂനപക്ഷ കേന്ദ്രീകൃത നിയോജക മണ്ഡലങ്ങളിൽ നമുക്ക് എങ്ങനെ വിജയിക്കാൻ സാധിച്ചു? ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തനമൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നതിൽ ഇവിടെ ആർക്കും അത്ഭുതമില്ല. ഇപ്പം ഇന്നിപ്പോ രാജീവ് ചന്ദ്രശേഖർ ലൂർദ് പള്ളിയിൽ പോയി സന്ദർശനം നടത്തി അങ്ങടക്കമുള്ള BJP നേതാക്കളൊക്കെ പോകുന്നുണ്ട്. ഇതിന് സമാനമായി അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതിന് പിന്തുണ ആഹ്വാനം നൽകിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രി തന്നെ ഡൽഹിയിലെ ചർച്ചകളിൽ പോകുമായിരുന്നു. ഇത്തവണ അതുണ്ടായില്ല. ഞാൻ പറഞ്ഞത് ഒരു വർഷം ഒരു കാര്യം ചെയ്തത് എല്ലാ വർഷവും അതേ പാറ്റേണിലായിരിക്കില്ല. കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ ഇലക്ഷന് മുമ്പത്തെ വർഷവും ഒക്കെ ആയിരുന്നു. ഇത്തവണ പ്രധാനമന്ത്രി ഒരു ചർച്ചിൽ പോയെന്ന് ഇലക്ഷൻ മാറ്റി വയ്ക്കാൻ പറ്റൂ? ഇല്ല. പക്ഷേ ഇലക്ഷൻ ഉള്ളത് കൊണ്ട് ചർച്ചിൽ പോവാം. അത് നിങ്ങളുടെ വ്യാഖ്യാനം. ഞാൻ പറഞ്ഞത് നിങ്ങൾ വ്യാഖ്യാനിച്ചു, ഞങ്ങൾക്ക് വിരോധമില്ലതേ. പ്രധാനമന്ത്രി പോയ വർഷമൊക്കെ നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി ഒരു ചർച്ചിൽ പോയി, അവിടെ മെഴുകുതിരി കത്തിച്ചു, അവരുടെ സംഘത്തോടൊപ്പം കുറച്ച് പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നത് കേട്ടു എന്ന് വെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷന് ഡയറക്ഷൻ കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റും? ഈ കൊല്ലം ഇലക്ഷൻ നടത്തരുത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനല്ലേ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ, ആർക്കും സാധിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പ്രധാനമന്ത്രി അങ്ങനെ പര്യടനങ്ങളിൽ പ്രധാനമന്ത്രി ഈ വർഷം ഒരു ക്ഷേത്രത്തിൽ പോയി. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ ജീവിതകാലം അത്രയും എല്ലാ വർഷവും അതേ ദിവസം അതേ മുഹൂർത്ത ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതായത് ഈ ഇലക്ഷന്റെ സമയത്തുള്ള ചില അദ്ദേഹം അതായത് ഞാൻ എടുത്തു പറയേണ്ടതില്ലാന്ന് തോന്നുന്നു. ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം ചില ധ്യാനങ്ങൾ അല്ലെങ്കിൽ ധ്യാനങ്ങൾ, പിന്നെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പള്ളികളിൽ നടത്തുന്ന സന്ദർശനം, അങ്ങ് നേരത്തെ പറഞ്ഞ കോയറിൽ പോയി നടത്തുന്ന ഭക്തി ഗാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കേൾക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തവണ ഉണ്ടായില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാ വർഷവും ഒരുപോലെ തന്നെ പ്രപഞ്ചം എല്ലാ വർഷവും ഒരുപോലെ തന്നെ സമൂഹം ചലിക്കണം എന്ന് നമുക്ക് ആർക്കെങ്കിലും തന്നെ അങ്ങനെ തിട്ടൂരം പുറപ്പെടുവിക്കാൻ? അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ചത്. അല്ല, പ്രധാനമന്ത്രി ഓരോ വർഷവും ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത വർഷം ചെയ്താൽ പുതിയതായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഒരൊറ്റ വർഷം മാത്രം ബാക്കിയുള്ള വർഷം 2024 ഇലക്ഷനെ അതായത് ഇലക്ഷൻ ഇങ്ങനെ കൺമുന്നിൽ കാണുന്ന സമയം. പക്ഷെ ഇത് കഴിഞ്ഞു, ഈ ആവശ്യം കഴിഞ്ഞു. അതുകൊണ്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് നിങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ഒരു ആവശ്യമായിട്ട് വോട്ടായിട്ട് നിങ്ങളെപ്പോലുള്ളവർ കാണുന്നത് കൊണ്ടാണ്. അത് കിട്ടിയാൽ മതി. അതായത് വോട്ട് എന്നുള്ളതല്ല BJPയുടെ ലക്ഷ്യം എന്നുള്ളതാണ്. അതായത് സമൂഹത്തിന്റെ സമഗ്ര പരിവർത്തനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശരി, അപ്പൊ ഈ ക്ലിക്കായില്ലേ? കിട്ടില്ല. സമൂഹത്തിന്റെ സമഗ്ര പരിവർത്തനം, ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള സ്നേഹയാത്ര എല്ലാ തരത്തിലും കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക്, ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലും SC കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് ഞങ്ങൾ ഗവൺമെന്റ് പദ്ധതികൾ എത്തിക്കാൻ 2014 പോലെ തുടങ്ങിയതാണ്. എല്ലാ ദിവസവും ഇലക്ഷൻ ഇല്ലല്ലോ. പ്രത്യേകിച്ചും മണിപ്പൂരിലൊക്കെ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗം തന്നെ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ട സമയത്ത് ഒന്ന് പോകുമോ പോട്ടെ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ എന്ന് ലോക്സഭയിൽ വരെ ചോദ്യം ഉന്നയിച്ചിട്ട് അതായത് എത്രയോ സമയമെടുത്ത് സംസാരിച്ചതിൽ 30 സെക്കൻഡ് മാത്രം, അതും ആ സംസ്ഥാനത്തിന്റെ പേര് പറയാതെ മാത്രം പരാമർശം നടത്തിപ്പോയതൊക്കെ ഇവിടെ കേൾക്കുകയും കാണുകയും ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഒരുപാട് സംസാരിക്കും, പക്ഷെ ഈ കാര്യം സംസാരിക്കില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കത് ഓർമ്മയുണ്ട്. അതായത് പെട്ടെന്ന് അങ്ങനെ മറന്നു പോകുന്ന കാലമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ പ്രകാശ് മാസ്റ്റർ, അതായത് വോട്ട് ലക്ഷ്യമിട്ടല്ല സംസ്ഥാനത്ത് BJP ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്കോ പുരോഹിതന്മാരിലേക്കോ യാത്രകളോ സന്ദർശനമോ നടത്തിയതും നടത്തുന്നതും നടത്താൻ പോകുന്നതും എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുള്ള RSSന്റെ ഒരു രാഷ്ട്രീയ മുഖം എന്നുള്ളതിലേക്ക് BJP ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് പൂച്ചയുടെ ചുമതല എലികളെ സംരക്ഷിക്കലാണ് എന്ന് പറയുന്ന വിലയോട് മാത്രമേ ഇന്ത്യക്കാർ കാണാൻ വേണ്ടി പോകുന്നുള്ളൂ. ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ന്യൂനപക്ഷ വേട്ട നടന്നിട്ടുള്ള മറ്റൊരു കാലമില്ല. ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് മുഖ്യമായിട്ടുള്ള ആക്രമണമെങ്കിലും ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്നത് സമീപകാലത്ത് എത്രമാത്രം വർദ്ധിച്ചതാണ്. ഇവിടെ ഇപ്പോൾ കാസ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കെവിൻ പീറ്റർ പറയാണ്, ക്രിസ്ത്യാനികളുടെ ആകെ തന്നെ പ്രാതിനിധ്യം എനിക്കാണ് എന്ന്. ക്രിസ്ത്യാനികളാകെ BJP തങ്ങളുടെ പാർട്ടിയാണ് എന്ന് തീരുമാനിച്ചിരിക്കുന്നുവെന്ന്. ആരാ അദ്ദേഹത്തെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, നമ്മുടെ പ്രധാനമന്ത്രി പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് മനസ്സിലായതല്ലേ എനിക്ക് പറയാൻ കഴിയൂ. പ്രധാനമന്ത്രി പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ഇവിടെ പുൽക്കൂട് തകർക്കുകയാണ് പറഞ്ഞിരിക്കുന്ന ആരാ? പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാരാണ്. ഇപ്പോൾ പാമ്പ്ളാരി പിതാവ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഓപ്പൺ ഡോർസ് എന്ന് പറയുന്ന സംഘടന ഈ ക്രിസ്ത്യാനികളുടെ രാജ്യാന്തര സംഘടനയാണ്.
അതിൻ്റെ ഇന്ത്യയിലേതാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട്. അവർ പറയുന്ന കാര്യം എന്താ? അവർ പറയാണ് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷ വേട്ട, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വേട്ട നടക്കുകയാണ് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട്. ഈ ഓരോ കൊല്ലവും ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കണക്കുകളെല്ലാം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തല്ലലും തലോടലും ഒന്നിച്ചു പോവില്ല പറഞ്ഞിരിക്കുന്ന ആരാ? ഫാദർ ജേക്കബ് ബി പാലക്കവള്ളിയാണ്, KCBCയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി. ഏത് സഭാ നേതാക്കന്മാരും ഇത് പറയുമ്പോൾ അതൊന്നുമല്ല വസ്തുത. ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് രക്ഷിക്കാനുള്ള പ്രസ്ഥാനമാണ് BJP എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ പീറ്റർ പറഞ്ഞാൽ അത് ശരിയാവും? അതാണ് സത്യം. കാസ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ BJPയുടെ സ്വാധീനം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ പിൻബലത്തോട് ഉണ്ടാക്കപ്പെട്ട ഒന്നാണ് കാസ എന്നുള്ളത് ആർക്കും അറിയാത്തതല്ല. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവരാണ് ക്രിസ്ത്യാനികളുടെ ആകെ അട്ടിപ്പേർ അവകാശപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഇതുപോലെ ക്രിസ്ത്യാനികൾക്കെതിരെ വേട്ട നടന്ന മറ്റൊരു കാലമില്ല. ഈ കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസിന്റെ സമയത്ത് ഈ കേരളത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുന്നത് എന്താ? എത്ര കേന്ദ്രങ്ങളിലാണ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പ്രാർത്ഥനായോഗങ്ങൾ ആക്രമിക്കുന്ന നിലയുണ്ടായത്? ഞാൻ ചോദിക്കട്ടെ കാസിയുടെ നേതാവിനോട്, ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 5 വർഷക്കാലം ന്യൂനപക്ഷ കമ്മീഷനിൽ ഒറ്റ ക്രിസ്ത്യാനിയില്ല. ക്രിസ്തീയ പ്രേമം കൊണ്ടാണോ? ഇന്ത്യയിൽ 12 സ്റ്റേറ്റുകളിൽ BJP മതപരിവർത്തന നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ആർക്കെതിരെയാ? മതപരിവർത്തനം നടത്തുന്ന ക്രിസ്ത്യാനികളാണ് എന്നല്ലേ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ഉപയോഗിച്ചല്ലേ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് പറയാണ് ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ലേ BJP, ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ BJPക്കല്ലേ. ഒരു വാക്ക് ക്രിസ്ത്യാനികളെ ആകെ തന്നെ വോട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് പറയാനുള്ള സമയങ്ങൾ പറഞ്ഞു വന്നു. എനിക്ക് മനസ്സിലായ കാര്യമില്ല ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി BJP ആണ് എന്ന് കാസക്ക് ബോധ്യം വന്നാൽ മാത്രം ക്രിസ്ത്യാനികൾക്ക് ബോധ്യമില്ല. ഇവിടെ ഞാനതല്ല പറഞ്ഞത്, ക്രിസ്ത്യാനികൾക്കെതിരെ വേട്ട നടക്കുകയാണ്. രാജേഷിനോട് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ഇത്തവണ സ്നേഹമില്ലേ എന്നാണ്. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സ്നേഹം എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ BJP വിചാരിക്കുന്നത് BJPക്ക് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോട് പൂർണ്ണ സ്നേഹമാണെന്നാണ്. കാസ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികളോട് സ്നേഹമുള്ളത് BJPക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവർ തമ്മിൽ ആ കാര്യത്തിൽ ഒരു ഐക്യപ്പെടലുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ നിർദ്ദേശമനുസരിച്ച് ക്രിസ്ത്യാനികൾക്കിടയിൽ BJP സ്വാധീനം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കാസ. അവർ എന്താണോ BJP ദേശീയ രാഷ്ട്രീയത്തിൽ ചെയ്യുന്നത്, മുസ്ലിം വിരോധം ഉണ്ടാക്കുക, അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പേരാ കാസ. അത് ആർക്കറിയാതിരിക്കുന്നത്? ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമല്ലേ കാസ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അവർ രണ്ടും ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ മാത്രമാണ്. BJP രാജ്യത്താകെ മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, കാസ ക്രിസ്ത്യാനികൾക്കെതിരിൽ മുസ്ലിം വിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ അതിനകത്ത്. അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ അത് വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്തത് അദ്ദേഹം മനസ്സിലാക്കണം. ക്രിസ്ത്യൻ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഇപ്പൊ ജബൽപൂരിലെ സംഭവം, വൈദികരെ ആക്രമിച്ച സംഭവം പോലീസ് സ്റ്റേഷനിൽ അടക്കമാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസുകാരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ക്രൂരമായി മർദ്ദിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ MPയോട് മാധ്യമങ്ങൾ ആ കാര്യം ചോദിച്ചു. അദ്ദേഹം അന്ന് പറഞ്ഞ മറുപടി അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? നിങ്ങൾ ആരോടാണ് ഇത് ചോദിക്കുന്നത് നിങ്ങൾക്കറിയാമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആരോടാണ് ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു കേന്ദ്രമന്ത്രിയോട്. ഇപ്പൊ തൃശ്ശൂരിൽ നേരത്തെ VV രാജേഷിനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് കിട്ടാതെ ഒരു MPയും വിജയിക്കില്ല. തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തൃശ്ശൂരിലുള്ള ന്യൂനപക്ഷങ്ങളുടെ അടക്കം വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രചാരണം നടത്തി അവർ തന്നെ തള്ളി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് പ്രചാരണം നടത്തി അവിടെ നിന്ന് അവർക്കൊരു MPയെ കിട്ടുന്നു. ആ MPയോടല്ലാതെ ആരോടാണ് കേരളത്തിൽ നിന്ന് ജബൽപൂർ പോലെയുള്ളൊരു വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കേണ്ടത്? അപ്പൊ അദ്ദേഹം ആക്രോശിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ നിയമപരമായി നേരിടൂ എന്നായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. നിയമപരമായി നേരിടാൻ പിന്നെ രാഷ്ട്രീയക്കാർ വേണോ? ഓക്കെ, ഞാൻ ആദ്യം നമ്മുടെ പ്രകാശൻ മാസ്റ്ററോട് ചില തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു മറുപടി പറഞ്ഞിട്ട് മാധു ചോദിച്ച ഇതിലേക്ക് ഞാൻ വരാം. അദ്ദേഹം പറഞ്ഞ UCF എന്ന് പറയുന്ന സംഘടന, ജോൺ ദയാല് മൈക്കൽ എന്ന് പറയുന്ന 2 അർബൻ നക്സലുകളുടെ സംഘടനയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന സംഘടന. അത് ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾ, നെക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ എന്നിവയുമായിട്ട് ചേർന്ന് വയ്ക്കുന്നതാണ്. ആ സംഘടനയ്ക്ക് കത്തോലിക്ക സഭയുമായിട്ടോ ക്രിസ്ത്യൻ സമുദായവുമായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ല. അവർ അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വന്നിട്ടുള്ള പരാതികളുടെ കണക്കുകൾ എന്നാണ് പറയുന്നത്. അല്ലാതെ വിവരാവകാശ നിയമപ്രകാരം രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള
പീഡനങ്ങളുടെ ഔദ്യോഗികമായ കണക്കുകൾ ഉദ്ധരിച്ചല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനാണ് പരാതി കൊടുക്കുന്നത്. പക്ഷെ ഇവര് പറയുന്നത് ഇവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഈ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം ഗ്രാമീണരൊക്കെ വിളിച്ച കണക്കുകളുടെ ഇതാണ് അവർ പറയുന്നത്. അത് കുത്തിത്തിരിപ്പാണ്. അതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല. പിന്നെ മറ്റൊരു പ്രകാശ് മാസം കണക്കുണ്ടോ? ഏതിന്റെ? കാസയുടെ കയ്യിൽ ഔദ്യോഗികമായി ഇന്ത്യയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ നടന്ന അക്രമങ്ങളുടെ കണക്കുണ്ടോ? ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന ജോൺ ദയാൽ എന്ന് പറയുന്ന അർബൻ നക്സൽ ക്രിസ്ത്യൻ നാമധാരി പുറത്തുവിട്ട കണക്ക് വ്യാജമാണ്. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ കണക്കുണ്ടോ? ഏത്? നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ കണക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അദ്ദേഹം പുറത്തുവിട്ട കണക്ക് വ്യാജമാണ് എന്നാണ്. അങ്ങനെ വ്യാജമാണ് എന്ന് നമ്മൾ ആരോപിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒറിജിനൽ ആധികാരികമായ കണക്കുണ്ടാവണം. അങ്ങയുടെ കയ്യിലോ? അത് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ വിവരാവകാശ നിയമപ്രകാരം രാജ്യത്ത് നടന്നിരിക്കുന്ന ക്രിസ്ത്യൻ പീഡനങ്ങളുടെ ഇത്ര വർഷത്തിന്റെ കണക്കുകൾ നിങ്ങൾ ശേഖരിച്ചാൽ നിങ്ങൾക്ക് ആ കണക്കുകൾ കിട്ടും. അല്ല, ഞങ്ങളത് വ്യാജമാണ്. അല്ല, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറപ്പെടുവിച്ച കണക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ മാധ്യമങ്ങൾ വിവരാവകാശ പ്രകാരം എടുത്ത കേസ് എന്നൊന്നും പറയുന്നില്ല. ഇനി ജബൽപൂർ പോലെ, ശ്രീ കെവിൻ പീറ്റർ, ജബൽപൂർ പോലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അഭയം തേടിയ വൈദികരെ കയ്യേറ്റം ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന പോലീസുകാർ ഈ നാട്ടിൽ ഔദ്യോഗികമായ കണക്ക് കൃത്യമായി രേഖപ്പെടുത്തും എന്നാണ് കാസ വിചാരിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ പൊതുവികാരമുണ്ടല്ലോ, അത് തൽക്കാലം എടുത്ത് ചെലവാക്കൽ നിവൃത്തിയുള്ള കാര്യമല്ല. മാധു പ്ലീസ്, ഞാനത് പറഞ്ഞോട്ടെ. മാധു കരുതുന്നത് ഒരു ടോൾ ഫ്രീ നമ്പറിൽ വന്ന പരാതികളുടെ എണ്ണമാണ് ക്രിസ്ത്യാനികളുടെ പീഡനത്തിന്റെ കണക്കെന്ന് പറഞ്ഞാൽ എനിക്കും അത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. അല്ല, ഔദ്യോഗിക കണക്കെന്ന് ഞാൻ പറഞ്ഞില്ല ശ്രീ കെവിൻ പീറ്റർ. അവിടെയാണ് പ്രശ്നം. ഞാൻ പറയാത്ത കാര്യം പറയല്ലേ. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കാണ് ഫാദർ പോൾ തേലക്കാട്ടും ശ്രീ എം പ്രകാശൻ മാസ്റ്ററും ഉന്നയിച്ചത്. അത് വ്യാജമാണ് എന്ന് ഒന്ന് പറയട്ടെ. അത് വ്യാജമാണെന്ന് അങ്ങ് പറയുമ്പോൾ ഒറിജിനൽ കണക്ക് അങ്ങയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് മാധ്യമങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്നു. അതായത് ഞങ്ങൾ അത് വ്യാജമാണെന്ന് പറഞ്ഞാൽ ശരി, വ്യാജമാണെന്ന് പറഞ്ഞത് ആരാണ്? ഒരാധികാരിക രേഖയും കയ്യിലില്ലാതെ, ഒരു കണക്കും കയ്യിലില്ലാതെ, ഒരു മിനിറ്റ് ക്രിസ്ത്യാനികളോ ന്യൂനപക്ഷങ്ങളോ, ഒരു മിനിറ്റ് ശ്രീ കെവിൻ പീറ്റർ, അല്ലല്ല, ക്രിസ്ത്യാനികളോ ന്യൂനപക്ഷമോ ക്രൂരമായി വേട്ടയാടപ്പെടുന്നത് പോലീസ് സ്റ്റേഷന്റെ അകവശത്ത് തന്നെയാണ് എന്നുള്ള, അല്ല ഒന്ന് ഞാനും കൂടി പറയട്ടെ, അകവശത്ത് തന്നെയാണെന്ന് ലോകം മുഴുവൻ കണ്ട കാര്യത്തിൽ ആ പോലീസുകാർ FIR ഇട്ടിട്ടും ആ പോലീസുകാർ കൃത്യമായ കണക്ക് രേഖപ്പെടുത്തിയിട്ടും ഔദ്യോഗിക കണക്ക് കയ്യിൽ കിട്ടുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന നിഷ്കളങ്കതയെ കൈയെടുത്ത് തൊഴാതെ നിവൃത്തിയില്ല. പറഞ്ഞോളൂ. നിങ്ങൾ തൊഴുകാതിരിക്കുകയോ ചെയ്യുക. അതല്ല ഞാൻ പറഞ്ഞത്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തന്നെ പറയുന്നുണ്ട് അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വന്ന പരാതികളുടെ കണക്കാണെന്ന്. അതെങ്ങനെ ഔദ്യോഗിക കണക്കാകും? ഔദ്യോഗിക കണക്കാണെന്ന് ആരാണ് പറഞ്ഞത്? ഔദ്യോഗിക കണക്കാണെന്ന് ആരാണ് ചർച്ച പറഞ്ഞത്? അങ്ങേക്ക് പറയാമോ? വിഷയത്തിലോട്ട് എന്നെ പോകാൻ അനുവദിക്കും. ഔദ്യോഗിക കണക്കാണെന്ന് ആരാണ് ചർച്ചയിൽ പറഞ്ഞത്? പറയാമോ? ഔദ്യോഗിക കണക്കാണെന്ന് പറഞ്ഞത് അങ്ങ് ഉന്നയിച്ച ആരോപണം ഔദ്യോഗിക കണക്കാണെന്ന് പറഞ്ഞു എന്നാണ്. ഇല്ല, ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറത്തിന്റെ കണക്കാണ് എന്നേ പറഞ്ഞുള്ളൂ. ഔദ്യോഗിക കണക്കെന്ന് പറഞ്ഞില്ല. ഔദ്യോഗിക കണക്ക് കിട്ടില്ല കെവിൻ പീറ്റർ, കിട്ടില്ല. ഞാൻ അടുത്ത കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ഈ കാര്യം പറഞ്ഞോളൂ. പ്രകാശൻ മാസ്റ്റർ ന്യൂനപക്ഷ പീഡനത്തെ കുറിച്ചൊക്കെ ഉത്തരേന്ത്യയിലെ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം തൊമ്മൻകുത്തിൽ എന്താണ് സഖാവെ നടന്നത്? തൊമ്മൻകുത്തിൽ ആ വനഭൂമിയിലാണെന്ന് വനം വകുപ്പ് പറയുന്നു. പള്ളി ഒരിക്കലും ഇത്രയും പബ്ലിക്കായിട്ട് ഉറച്ച ശബ്ദത്തിൽ ഒരു രൂപത പറയുന്നു അത് ഞങ്ങളുടെ കൈവശാവകാശ ഭൂമിയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അത് പള്ളിയുടെ ഭൂമി തന്നെ ആയിരിക്കണം. അല്ലാതെ പരസ്യമായിട്ട് ഇത്തരത്തിലൊരു കളവ് പറയില്ല. പക്ഷെ അത് നിയമപ്രശ്നമാണ്, രേഖകൾ പരിശോധിക്കേണ്ടതാണ്. അവിടെ നിന്നോട്ടെ. ആ ഭൂമിയിലേക്ക് പള്ളിയിൽ ഇരുന്ന ചെറിയൊരു ക്രൂശിത രൂപവുമായിട്ട് വൈദികന്റെ നേതൃത്വത്തിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം കുരിശിന്റെ വഴി നടന്നപ്പോൾ തടസ്സം നിർത്തിയത് നിങ്ങളുടെ പോലീസല്ലേ സഖാവെ? എന്നിട്ടാണ് സഖാവ് ഉത്തരേന്ത്യയിലേക്ക് പോകുന്നത്. പിന്നെ ന്യൂനപക്ഷത്തിന്റെ ബോർഡുകളിൽ എണ്ണത്തിന്റെ കണക്ക് സഖാവ് പറയുന്നത് കേട്ടു. 80:20 എന്ന് പറയുന്ന ഹൈക്കോടതി വിധിയുടെ അട്ടിമറിക്കാനായിട്ട് എല്ലാ സമുദായത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിലെടുത്ത് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമായിട്ട് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്നത് നിങ്ങളുടെ ഗവൺമെന്റിലെ സഖാവ് അല്ലേ? നാണമില്ലേ സഖാവിനെയും ന്യൂനപക്ഷ പീഡനത്തെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട്? ശരി, ഞാനത് പ്രകാശ് മാസ്റ്ററോട് ചോദിക്കാം. ഞാൻ ഈ വിഷയത്തിൽ പോയാൽ വീണ്ടും മറ്റതിലേക്ക് പോകാൻ ഉള്ള സമയം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ പോകാത്തത്. ഈ പറയുന്ന ഒരു സമൂഹമാകപ്പാടെ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ വഖഫ് നിങ്ങളെടുത്ത നിലപാട് തിരിച്ചു ചോദിക്കേണ്ടതുണ്ട് കേട്ടോ. ഒരു സമുദായമാകെ പറയുന്നത്, ഒരു സമൂഹമാകെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ വഖഫ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകാം. പക്ഷെ മറ്റു അതിഥികളിലേക്ക് പോകാൻ സമയം വൈകും എന്നുള്ളത് കൊണ്ടാണ്. ഫാദർ പോൾ തേലക്കാട്ട്,
ഫാദർ പോൾ തേലക്കാട്ട്, അതായത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്ന കണക്ക് വിശ്വസനീയമല്ല, ഔദ്യോഗിക കണക്കാണെന്ന് ആരും ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് അത് വിശ്വസനീയമല്ല. ജബൽപൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരേ ഒരു കാര്യം, കേരളത്തിൽ നിന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിലെ അടക്കം വോട്ട് കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയോ അങ്ങനെ മുന്നോട്ട് പോകരുത് ശ്രീ കെവിൻ പീറ്റർ, അങ്ങേക്ക് മാത്രമല്ല ഈ ചർച്ചയിൽ സംസാരിക്കേണ്ടത്. ആ എം പിയോട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ആ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ പ്രതികരണം വേണമെങ്കിൽ നിയമ പോരാട്ടം നടത്തിക്കോളൂ എന്ന നിലയ്ക്കായിരുന്നു. ആരോടാണ് ചോദിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ എന്ന നിലയ്ക്കും. ഇങ്ങനെ ചോദിക്കാൻ പോലും, അതായത് ജബൽപൂരിലടക്കം നേരിട്ട അക്രമത്തെ കുറിച്ച് കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രിയോട് ചോദിക്കാൻ പോലും അവകാശമില്ല എങ്കിൽ എന്ത് മറുപടിയാണ് മുന്നോട്ട് വെക്കപ്പെടുന്ന ജനാധിപത്യ ബോധത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും മാഡം ചോദിച്ച ചോദ്യം തന്നെ പ്രസക്തമായത്. ജബൽപൂരിലെ അച്ഛനെ പോലീസുകളുടെ മുമ്പിൽ തല്ലിയതിൻ്റെ വിശദീകരണം ആർക്കും പറയാൻ താല്പര്യമില്ല. അതാണ് പ്രശ്നം. നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നതാണ്. ഒരു കന്യാസ്ത്രീക്ക് സ്വതന്ത്രമായി നടക്കാൻ നിവൃത്തിയില്ല. ആരെങ്കിലും തല്ലിയാൽ പോലീസ് നോക്കിക്കോളൂ. ഈ സുപ്രീം കോടതി അടുത്ത ദിവസങ്ങളിൽ യു പി ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് ലോ ആൻഡ് ഓർഡർ സിസ്റ്റം തകർന്നിരിക്കുന്നു എന്നല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ക്രൈസ്തവർ സുരക്ഷിതരല്ല, ഒരിടത്തും രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമായി നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ വ്യാപരിക്കുമ്പോൾ അത് ഞങ്ങൾക്കാർക്കും അറിയില്ല എന്ന് പറയുന്ന അപകടകരമായ ഒരു പ്രവണതയാണ് ഇവിടെ ഉള്ളത്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ ഈ ഭാരതത്തിൽ ക്രൈസ്തവരും ഹിന്ദുക്കളും മുസൽമാന്മാരും മറ്റ് ജൈനരും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ ഒരു സമഭാവന ഉൾത്തുന്ന നയമാണോ BJP എടുത്തിരിക്കുന്നത്? ആ നയത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ എന്നവർ ആത്മശോധന ചെയ്യട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊന്നും പറയാൻ സമ്മതിക്കാത്ത, പട്ടിയെ പേപ്പട്ടി എന്ന് വിളിക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നു. ഒരാളെ നക്സൽബാരി എന്ന് വിളിക്കുക, മറ്റൊരാളെ വേറെയൊക്കെ വിളിക്കുക. ഇതൊന്നുമല്ല ഒരു ഡിസ്കഷൻ നടക്കേണ്ടത് എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഫാദർ പോൾ തേലക്കാട്ട്, പക്ഷെ പല സമയത്ത് വരുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പല സമയത്ത് സഭകളിൽ നിന്ന് തന്നെ വരുന്ന, പുരോഹിതന്മാരിൽ നിന്ന് തന്നെ വരുന്ന പ്രതികരണങ്ങൾ പലതും ഘടകവിരുദ്ധമാണ്. ബൃഹത്തായ ഒരു രാഷ്ട്രീയത്തെയോ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തെയോ കാണാനോ അതിനെ അധികരിച്ച് പ്രതികരണം നടത്താനോ അതിനെ അവലോകനം ചെയ്യാനോ അതിനെ നിരീക്ഷിക്കാനോ ഒന്നും പ്രാപ്തിയില്ലാത്തവരല്ല. കൃത്യമായ രാഷ്ട്രീയം കാണുകയും ഇപ്പോൾ മലയോര ജനതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ആണ് എങ്കിൽ പോലും കൃത്യമായ രാഷ്ട്രീയം കാണുകയും പറയുകയും ചെയ്യുന്നവർ തന്നെയാണ് പുരോഹിതരിൽ പലരും. അപ്പോൾ അവിടെ ഈ ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ദുഃഖകരമായ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ വിവേകത്തോടെ കാര്യങ്ങൾ പഠിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് വേണ്ടത്ര ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കാനും നിലപാടെടുക്കാനും ചിലപ്പോൾ നേതൃത്വത്തിന് കഴിയാതെ പോയി എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് ദുഃഖമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു കാര്യം കൂടി പറയാം. പ്രത്യക്ഷ രാഷ്ട്രീയത്തിലേക്ക് സഭാധികാരികളോ അച്ഛന്മാരോ മെത്രാന്മാരോ പ്രവേശിക്കുന്നത് സഭ അനുവദിക്കുന്നില്ല എന്ന കാര്യവും ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ്. ഇതൊക്കെ ലംഘിക്കുന്ന വിധത്തിൽ ചില നടപടികൾ ഉണ്ടായി എന്നതാണ് ദുഃഖകരമെന്ന് ഞാൻ പറയാൻ കാരണം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ വി രാജേഷ്, ഇപ്പോൾ ഞാൻ അങ്ങയോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ തവണയും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണയും ഒക്കെ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴായിരുന്നു എന്നുള്ളതൊക്കെ. പക്ഷേ ഇതും യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വർഷം എണ്ണിക്കൊണ്ടില്ല ഒരൊറ്റ വർഷം തെരഞ്ഞെടുപ്പിന്. ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി എന്ന നിലയ്ക്ക്, അതായത് ഓരോ വോട്ടും എണ്ണിപ്പറക്കുന്ന നോർമൽ BJPയുടെ സ്വഭാവം വെച്ചിട്ടാണ് എങ്കിൽ നിങ്ങൾക്കതിലേക്ക് കൂടുതൽ ഇന്ധനം ആവശ്യമുള്ള സമയമല്ലേ? അല്ല, നിങ്ങൾക്ക് എത്ര വിഷമം എന്താ? എനിക്കൊരു വിഷമവുമില്ല. ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന അങ്ങയുടെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ വികാര പ്രകടനമല്ല. അല്ലല്ലോ, അപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നു. വികാര പ്രകടനമല്ല. ഞാൻ പറയാം, ഇപ്പോൾ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിട്ട് ഇതിനൊന്നും കണക്ട് ചെയ്യേണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടി നടത്തുന്നത്, ഏതൊരു പാർട്ടിയായാലും നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ആത്യന്തികമായ പാർട്ടി കുറേ വോട്ട് ലഭിക്കും. ഇപ്പോൾ ഞങ്ങൾ ഈ ഇലക്ഷനൊന്നും അങ്ങനെയാണ് ചോദിച്ചാൽ അത് പറയുന്ന കേട്ടതൊന്നും തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് മാത്രമേ ഞങ്ങൾ പ്രവർത്തനത്തിൽ ഇറങ്ങുകയുള്ളൂ എന്ന്. ഞങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് പ്രവർത്തനങ്ങൾ ഇല്ലല്ലോ, ഞങ്ങൾ തുടർച്ചയായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് വരും, ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് വരാതിരിക്കും.
അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാ കാര്യങ്ങളും 2047 എന്ന ഒരു പ്രഖ്യാപനം നടത്തിയൊരു പാർട്ടിയെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് നല്ല രാഷ്ട്രീയം രൂപീകരിക്കുന്നു എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ശില്പശാലകളിൽ ഞാൻ ഞങ്ങളോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു, തെരഞ്ഞെടുപ്പല്ലേ എന്നുള്ളത്. ഞങ്ങൾക്ക് ഇതിന് വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല, പക്ഷെ ഞങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വോട്ട് വരും. അതിന് ഞാൻ ചോദിച്ചു. ഞാൻ പറയട്ടെ, ഇപ്പം ഞങ്ങളുടെയൊക്കെ ശില്പശാലകളിലും പഠന ശിബിരങ്ങളിലും ഒക്കെ പറയാനുള്ള എല്ലാ വർഷവും ആവർത്തിച്ച് പഠിപ്പിക്കാറുള്ള ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എപ്പോഴാണ് തുടങ്ങുന്നതെന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. പലരും പല ഉത്തരവും പറയാറുണ്ട്. അതിൽ ഞങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്, ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിൽ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇടക്കാലം വരും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് തന്നെയായിരിക്കും. ഞാൻ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കളവ് പറയുകയായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. BJP ഒരിക്കൽ കൂടി ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, BJPക്ക് ഇനിയും കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഒരുപാട് ജനവിഭാഗങ്ങൾ ഞങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ഞാൻ വേറൊരു ക്ലാസ് പറയാം. അതായത് സ്പോർട്സ്. കേരളത്തിൽ കായിക മേഖലയിൽ ഞങ്ങൾക്ക് കൂടുതൽ കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പത്മിനി തോമസ് മാഡം BJPയിൽ ജോയിൻ ചെയ്തു. അവർ വന്നതിന് ശേഷം സംസാരിക്കുമ്പോഴാണ് സ്പോർട്സ്, കായിക മേഖലയിൽ, കായിക ലോകത്ത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കുമെന്നും BJP ഇനി ആ മേഖലയിലേക്ക് ഫുട്ബോൾ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ ക്രിക്കറ്റ് അസോസിയേഷനുകൾ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ ഒരുപാട് കടന്നു കയറണമെന്നും അതിലൂടെ സമൂഹത്തിൽ ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെയൊക്കെ തന്നെ കുറേ കൂടി സ്പോർട്സ് മേഖലയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്നുള്ള വളരെ വൈഡായിട്ടുള്ള ചർച്ച വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ആ മേഖലയിലേക്ക് ചെല്ലാൻ വേണ്ടി ശാസ്ത്രീയമായിട്ട് എങ്ങനെ കടന്നു ചെല്ലാം, ഞങ്ങൾ ഇത്തരത്തിൽ കായിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിട്ട് ദീർഘമായ ചർച്ചകൾ ഞങ്ങൾ നടത്തും. കേന്ദ്ര ഗവൺമെൻറ് സഹായങ്ങൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. പാർട്ടിയുടെ സംഘടനാ മേഖല ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. അങ്ങനെ 1, 2, 5 കൊല്ലം കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ആ മേഖലയിൽ വളരാൻ സാധിക്കും, ജനങ്ങൾക്ക് പ്രയോജനപ്പെടും, അതിലൂടെ ഞങ്ങൾക്ക് വോട്ട് ലഭിക്കും. ഇത് തന്നെയാണ് ഞങ്ങൾ എല്ലാ മേഖലയിലും ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പക്ഷെ അതിന് വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിശദീകരിച്ച് വരുന്നത് ആത്യന്തികമായതിൽ നിന്ന് വോട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ്. വോട്ട് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ത് ചെയ്താലും ആത്യന്തികമായ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ വോട്ട് ചെയ്യും. ഓക്കെ, ശരി. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇപ്പോൾ മുനമ്പം വിഷയം വലിയ തോതിൽ സർക്കാരിനെതിരെ എന്ന നിലയ്ക്ക് കൊണ്ടുവരാൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുനമ്പം വിഷയത്തിൽ, അതായത് കിരൺ റിജിജു ഇവിടെ വന്ന ദിവസത്തെ ചർച്ചയിൽ പോലും അവിടേക്ക് വേറെ ആർക്കും പോകാൻ കഴിയില്ല, BJP മാത്രമാണ് അവരുടെ കൂടെ നിൽക്കുന്നത് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്ന നിലയ്ക്കുള്ള അവകാശവാദമാണെന്ന് BJPയുടെ പാനലിസ്റ്റുകളൊക്കെ നടത്തുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, അന്ന് നിയമം ആയ ദിവസം ആണ് എങ്കിൽ അത് BJP ആണ്, അതായത് BJP നിയമ ഭേദഗതി വരുത്തിയത് കൊണ്ട് മാത്രം ഈ നിമിഷം മുതൽ അവിടെ പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതായിരുന്നു അവകാശവാദം. തൊട്ടു മുൻപ് ശ്രീ കെവിൻ പീറ്റർ ചോദിച്ചത് തൊമ്മൻകുത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ തരത്തിൽ ചെറിയ ചെറിയ കോർണറുകളിൽ നിന്ന്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പോക്കറ്റുകളിൽ നിന്ന് കൃത്യമായി വോട്ട് എങ്ങനെ സമാഹരിക്കാം, എങ്ങനെ അവിടെ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്ന പരീക്ഷണം നിരന്തരമാണ്. ഈ തുടർച്ച എന്നൊക്കെ പറയുമ്പോൾ അത്തരം പരീക്ഷണങ്ങൾ നിരന്തരമായി തുടർച്ചയായി നടത്തപ്പെടുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം അതിൻ്റെ അടിസ്ഥാന നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം പരിശോധിക്കാൻ. ഇന്ത്യയിൽ BJPയും RSSും സംഘപരിവാര ശക്തികളും അടിസ്ഥാനപരമായി വർഗീയത വളർത്തിയെടുക്കാനും ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റാനും വേണ്ടി ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. അതിന് അവർ ശരിയായ രൂപത്തിലുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ തെറ്റായ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഭരണഘടനാ വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളെ തെറ്റായ നിലക്ക് ഉപയോഗിക്കുന്നു, അതോടൊപ്പം അധികാരത്തിൻ്റെ കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ചില മേഖലക്കകത്തും അവർ ഇടപെടുന്നു എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്കകത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അതുപോലെ തന്നെ വിരോധപരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആത്യന്തികമായിട്ട് അവർ ശ്രമിക്കുന്നത്. അവർ ജനങ്ങളെ ഒന്നിപ്പിക്കുകയല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. ഒക്കെ ഇത് നിങ്ങൾ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ നിന്ന് വോട്ടെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്, BJPക്ക് വോട്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ തള്ളുന്നുണ്ടോ കൊള്ളുന്നുണ്ടോ എന്നുള്ളതിൽ നിങ്ങളുടെ പഠനം എന്താണ്? ഈ നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്. കുറച്ച് പേരെ ദീർഘകാലത്തേക്ക് വഞ്ചിക്കാം, കുറേ പേരെ അല്പകാലത്തേക്ക് വഞ്ചിക്കാം, പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും വഞ്ചിക്കാൻ കഴിയില്ല. പുള്ളിയുടെ പുള്ളി അത് വെളിവാക്കപ്പെടാതിരിക്കാൻ വേണ്ടി സാധ്യമാവില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നു, നല്ല കാര്യം. പിന്നെ ഇവിടെ കെവിൻ പീറ്റർ പറയുന്നത് കേട്ടാൽ തോന്നുന്നത് ഇന്ത്യയിലൊന്നല്ല ജീവിക്കുന്നതാണ്. ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താ? ഇന്ത്യയിൽ പരാതികൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല, മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാൻ വേണ്ടി അധികാരമില്ല, അതുപോലെ തന്നെ പരാതികൾ കൊടുത്താൽ ആ പരാതികൾ കേൾക്കാൻ പോലീസില്ല, പോലീസ് വേട്ടക്കാരന് പങ്കുവയ്ക്കുകയാണ് ന്യൂനപക്ഷത്തോട്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല,
ഇവരോട് പൊറുക്കണമേ എന്നല്ലാതെ വേറെ എന്താ പറയുക? ഇവർക്ക് സത്യം മനസ്സിലാകുമ്പോഴേക്ക് മനസ്സിലായതുകൊണ്ട് വേറെ കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് കാസക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ക്രിസ്തീയ വേട്ട ഒരു ഭാഗത്ത് നടത്തുക, എന്നിട്ട് അവരെ പീഡിപ്പിച്ച് വശത്താക്കാൻ ശ്രമിക്കുക, ഈ ഇരട്ട നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. അതിൽ താൽക്കാലികമായിട്ട് വീണുപോകുന്നവരുണ്ടാവും. എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തും വഞ്ചിക്കാനാവില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് പാമ്പ്ലാനി പിതാവും വർഗീസ് ചക്കാലക്കലും അതുപോലെ തന്നെ നിരവധി ഇപ്പോൾ ഈ പറയുന്ന നക്സലുകാരുടെ പ്രസ്ഥാനമാണെന്നുള്ള ഒക്കെ പറയുന്നുണ്ടല്ലോ, ക്രിസ്തീയ മേഖലക്കകത്ത് കൊടുത്തിരിക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ ഇന്ത്യക്കകത്തുള്ള BJP നിലപാട്, ഈ കേന്ദ്ര ഗവൺമെന്റ് സമീപനങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരാണ്. സ്നേഹയാത്ര വേണ്ടതില്ല എന്ന് നേരത്തെ ഫാദർ പോൾ തേലക്കാട് പറഞ്ഞതുപോലെ ഒരു യാത്ര വേണമോ വേണ്ടതില്ലയോ, ഒരു പരിപാടി തുടർന്ന് നടത്തണമോ വേണ്ടതില്ലയോ എന്നുള്ളതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഫാദർ പോൾ തേലക്കാട് പറഞ്ഞതുപോലെ 2 വർഷമായി തുടരുന്ന ഒരു കാര്യം അത് വേണ്ട എന്ന് വെക്കുമ്പോൾ അതിനെ കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. വളരെയധികം നന്ദി.